ഞാന് സായി ഞാൻ പറയാറുണ്ട് ഇപ്പൊ സ്പീഡ് പറഞ്ഞു മീ ടൈം ആണ് ഇപ്പൊ സ്പീഡിന്റെ അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പല കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്താ കാണാത്തെ പുറത്ത് എന്താ കാണാത്തത് അപ്പൊ എല്ലാവരോടും പറയാനുള്ള കാര്യം അതല്ല സ്പീഡു ഇപ്പൊ എല്ലാവരും നമ്മളെ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവർക്കും അവരുടേതായ ഒരു മീ ടൈം അത്യാവശ്യമാണ് അപ്പൊ എല്ലാവർക്കും ഫാൻസിനോടും കൂടിയാണ് അപ്പൊ എല്ലാവർക്കും ആ ഒരു മീ ടൈം വേണം അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും ഇല്ലേ സ്പീഡു ലേറ്റസ്റ്റ് വരാൻ ഒറ്റയ്ക്ക് പ്രൈവറ്റ് സെറ്റ് എടുത്ത് വരാനുള്ള പ്ലാനാണ്. അയ്യോ സായി എപ്പടി മനസ്സിലാക്കി എനിക്ക് 2 ദിവസം മുമ്പ് ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ശ്രീതു. என்ன பண்ற எல்லாம் எனக்கு മനസ്സിലാവുന്നില്ല. എന്താ സായി 10 ആളെ ഇറക്കണമെന്നൊക്കെ പറയണ്ടേ. ശ്രീതുവിന്റെ ഫാൻസ് മീറ്റപ്പ് നടക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയം നിറഞ്ഞൊഴുകും. ഓൾ അക്ക ഫാൻസ്. അക്ക മറ്റും അക്ക മറ്റും പറയാം ഞാൻ ഇപ്പൊ ഇറക്കിവിടും. എവിടേക്ക് ഇറക്കി വിടും? ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല മോനെ, ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല. എല്ലാവരും സുഖമാണോ? ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. ഞങ്ങള് ശ്രീതു ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ നീച്ചിട്ട് എന്നും സ്നേഹനോട് ചോദിക്കും എനിക്ക് രസം ക്യൂട്ട്നെസ് വാരി വെതറിക്കൂടെ ലൈവ് വരണം തോന്നുന്നു എനിക്ക്. ഇല്ല വിചാരിച്ചു ഞാൻ വന്നു. ചോദിക്കുന്നില്ലേ? സംശയം ഉണ്ടോ? ബാ പറയ് ശ്രീതു പറയാറ് ലൈവിലുണ്ട് ഗബ്രിയുണ്ട് സിജോ ഉണ്ട്. പക്ഷെ അവര് ഐ തിങ്ക് റിക്വസ്റ്റ് കൊടുത്തില്ല തോന്നുന്നു. ഞാൻ അതെ ബിസി ഇല്ല, ബിസി വേണം നോക്കി റിക്വസ്റ്റ് കൊടുത്തു. ശ്രീകോക്ക് എന്തോ ഭാഗ്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടോ. ആലോചിച്ചത് ഇതൊക്കെ നമുക്ക് വൺസിന് ലൈഫ് ടൈം കിട്ടുന്ന ഭാഗ്യമാണ്. അല്ല ഒരു ഡൗട്ട്, ഇപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ എക്സിറ്റ് ആക്കണമെങ്കിൽ എങ്ങനെ നിങ്ങളെ പോണോ? അത് പറ്റി എനിക്കറിയില്ല. നിങ്ങളെ പോണോ? ഞാൻ പറ്റില്ലേ? പോവൂല. ഞാൻ വേണമെങ്കിൽ പോ വെക്കാം. നിങ്ങൾ അല്ല സായി ശ്രീതുന്റെ ലൈവല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കൊടുക്കാം. ഇത്രയും പറഞ്ഞല്ലേ. ഞാൻ ഇപ്പൊ ഒരു പാവല്ലേ. ഇനി വേറെ ആരെങ്കിലൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിലോ ലൈവിൽ ഇപ്പൊ നിങ്ങളെ ഞാൻ പോന്ന് പറഞ്ഞില്ല. എനിക്ക് ഡൗട്ടാ. ഇപ്പൊ നിങ്ങൾ നിറയെ ഈ ലൈവ് ഒക്കെ പോവാറുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എക്സിറ്റ് വന്നിട്ട് നിങ്ങളെ പോയില്ലേ എപ്പിടിയെന്ന്. വരുമ്പോ പിന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കും. സോറി എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല എനിക്ക്. നോ ഇപ്പൊ ഒരാള് വരും. എടാ വെക്ക് മറ്റേ അണക്ക് കിട്ടിയില്ല ഗൂഗിൾ പേയില് പൈസ കിട്ടിയില്ലേ ശ്രീധുവിന്റെ ഫ്ലക്സ് ഒക്കെ? പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ലൈവ് എന്റെയാണ്. ഇതെന്തോ വീഡിയോ ചാറ്റ് പോലെ ഉണ്ട്. പെട്ടെന്ന് കാണാൻ ഈ 4 ആയിട്ട്. ഹലോ ഗബ്രി, സുഖം? നടിപ്പ് വേണ്ട. നിങ്ങളുടെ നടിപ്പൊക്കെ ബിഗ് ബോസിൽ ഓൾറെഡി ആൾക്കാർ കണ്ടിരുന്നു. ബിഗ് ബോസ് സെറ്റ് വീട്ടുക്കുള്ള വേണ്ട വേണ്ട വേണ്ട. 3 മെയിൻ ഈ 2 എണ്ണം വേണ്ട. അപ്സരന്റെ ബർത്ത്ഡേക്ക് പോണം. ബാക്കി ചാറ്റില് തീർത്ത് തരാം. ചാറ്റിലുള്ള പണി ഇപ്പൊ തരാം. അക്ക വെയിറ്റ് ചെയ്യ്. ബർത്ത്ഡേക്കാ ഞങ്ങള് ഫ്ലൈറ്റ് എടാ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉള്ള ആളാ സ്വന്തമായിട്ട്. വിജയ് കഴിഞ്ഞ അടുത്ത ശ്രീതു ആണ്.
അതെ അതെ എന്റെ പിന്നാമറയാ ഉള്ളത് ചെട്ട് പിന്നാടി ഉണ്ട് പിന്നാടി പിന്നാടി പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോ വരും. പിന്നെന്താ പറയാ, കൂടുതൽ പറയാൻ പറ്റില്ല. പറഞ്ഞ ചെന്നൈ പോകാൻ പറ്റില്ല, പെട്ട ആള് വരും. അന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ രക്ഷപ്പെട്ടതാ. ഷോ പുറത്തിറങ്ങിയപ്പോ ഉണ്ടല്ലോ കാലം എന്ന് വിളിച്ചിട്ട് 4 ടാറ്റാ സുമോ നിറച്ച ആള് വെട്ട. ഇന്നോ പെരുമയാ സൊല്ല്, എനിക്ക് ഇന്നും വേണം പെരുമയാ. ഓ ഇത് വേണം. പറ്റുന്നില്ല സായി എത്ര പറഞ്ഞാലും പറ്റുന്നില്ല. എനിക്ക് കേട്ടോണ്ടേ ഇരിക്കണം തോന്നുന്നു. മക്കളെല്ലാം എടാ കാട്ടിൽ വണ്ടി ഭയങ്കര ബ്ലോക്ക്. അത് മറ്റേ ശ്രീധന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാര് അവര് ശ്രീധന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരാ. ആ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരെ കൊണ്ട് എന്താടാ ഫോറമാളിലെ 3D സ്ക്രീനിൽ ശ്രീത് ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും കണ്ട ഫ്രണ്ടില് ശ്രീധന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ശ്രീധന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മുടിഞ്ഞ ആളുകളുണ്ട്. കട്ട ബ്ലോക്ക്. എന്താ ബ്ലോക്കാ? ഞാനിപ്പോ ചോദിച്ചു അണ്ണ എന്താ ബ്ലോക്ക് എന്താന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്ന് ആൾക്കാർ വന്നു. എനിക്ക് മെസ്സേജ് നിനക്ക് വായിക്കാൻ മലയാളം വായിക്കാൻ ഇതിൽ മെസ്സേജ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇംഗ്ലീഷ് ടൈപ്പിൽ അറിയുന്നത് ചുമ്മാ തള്ളല്ല വേണ്ട. നീ തമിഴ്നാട്ടിൽ കിടന്ന് തള്ളിയിട്ട് ഇവിടെ കിടന്ന് പോയി നോക്ക്. ഞാൻ കാര്യം ചെയ്യാം. ഞങ്ങളുടെ വണ്ടി ഓഫ് ആക്കട്ടെ. ഞങ്ങൾ വണ്ടി ഓഫ് ആക്കാം. നീ തള്ളി വണ്ടി തന്നെ പൊക്കോളല്ലോ. നീ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല. വണ്ടിയല്ല നീ നിന്റെ വായ ഓഫ് ആക്ക്. കൊടുത്താണ് 11ാമത്തെ വീക്കും ചാടിപ്പോയത്. നമുക്ക് ശ്രീധുനെ ചെയ്യാം. ഇത് ശ്രീധുന്റെ ലൈവ് അല്ലേ? ഒരു ടാസ്ക് വെച്ചിട്ട് നമുക്ക് ശ്രീധുനെ വിൽക്കുക. അതെല്ലാം ബിഗ് ബോസ് ഉള്ളേ. ഇത് ബിഗ് ബോസ് വെളിയില് യാരും ഇനി വന്നിട്ട് എനിക്ക് ടാസ്ക് വെച്ചിട്ട് ഇപ്പൊ റസ്മീന് സായി പുറപ്പെട്ടു. നിങ്ങൾ ഇറങ്ങിയോ? ശ്രീധുനെ വിളിച്ചിട്ടില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ ഇറങ്ങുന്നു? ഞങ്ങൾക്ക് വേറെ പാർട്ടി ഉണ്ട്. നിന്നെ വിളിക്കാത്തതുകൊണ്ട് നീ വരണ്ട. ഞങ്ങളിവിടെ കേരളത്തിലുള്ള ആൾക്കാർ അടിച്ചു പൊളിക്കട്ടെ. ഇല്ല സോറി ഞാൻ അപ്പൊ ബിസി ആയിട്ടുണ്ടാവാൻ ഞാൻ ബിസി ആയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഷെഡ്യൂളാണ്. നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നേ? ഞങ്ങളെല്ലാരും പോകുന്നുണ്ട്. അപ്സര തന്നെ. ഇറങ്ങും. ഞാൻ ഇറങ്ങണം. എനിക്ക് 1.5 മണിക്കൂർ. എവിടെ തൃശ്ശൂർ. ഓ നൈസ്. അവിടെ എത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യും. ഞാനത് ഉണ്ടാവും അറിയില്ല, നോക്കട്ടെ. ഓക്കെ വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ അപ്പോ ഗൈസ് ബൈ, ഹാവ് ഫൺ. എല്ലാരും കാണുന്നില്ല. ഓക്കെ ബൈ. ഞാൻ മറ്റു വിദേശം വിട്ട് വിദേശത്തിലിരിക്കുന്നു. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.